കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ കാസർഗോഡ് ഏരിയ സമ്മേളനത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തത്. ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് CPIM-ൻ്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗവും സമ്മേളനത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി രൂപീകരിച്ച സംഘാടക സമിതിയുടെ ചെയർമാനുമായ ശ്രീ TK രാജൻ, CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് TMA കരീം, CPIM-ൻ്റെ വിദ്യാനഗർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും സംഘാടക സമിതിയുടെ കൺവീനറുമായ ശ്രീ അനിൽ ചെന്നിക്കര എന്നിവരാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. 23ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള CPIM-ൻ്റെ കാസർഗോഡ് ഏരിയ സമ്മേളനം 2021 ഡിസംബർ 10-11 തീയതികളിൽ മധൂർ പഞ്ചായത്തിനകത്തെ ഉളയത്തടുക്കിൽ വെച്ചാണ് നടന്നത്. അതിനുശേഷം ഇങ്ങോട്ട് കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിൽ കാസർഗോഡ് ഏരിയയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഈ 3 വർഷക്കാലത്തെ പ്രവർത്തനവും അതോടൊപ്പം തന്നെ അതിൻ്റെ വളർച്ചയും ഭാവിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഈ ഏരിയയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാക്കി കൊണ്ടുവരുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള ഏരിയ സമ്മേളനം പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള കാസർഗോഡ് ഏരിയ സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ കാസർഗോഡ് ഏരിയയിൽ 3 വർഷം മുമ്പ് 112 പാർട്ടി ബ്രാഞ്ചുകളാണ് ഉണ്ടായിരുന്നത്. 24ാം പാർട്ടി കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ അത് 120ആയി വർദ്ധിപ്പിക്കുകയും അംഗസംഖ്യ ഇപ്പോൾ നിലവിൽ 1674 അംഗങ്ങളാണ് കാസർഗോഡ് ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള പാർട്ടി അംഗസംഖ്യ. അതിൽ 27% സ്ത്രീകളാണ്. 450 സ്ത്രീകളാണ് കാസർഗോഡ് ഏരിയയിലെ CPIM അംഗത്വത്തിലുള്ളത്. ഇതിന് മുന്നോടിയായി ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി ഈ 120 ബ്രാഞ്ച് സമ്മേളനങ്ങളും കാസർഗോഡ് നഗരസഭ, മധൂർ പഞ്ചായത്ത്, മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത്, ചെങ്കള പഞ്ചായത്ത് ഈ 4 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി പരിധിയിലായി 9 ലോക്കൽ കമ്മിറ്റികളാണ് നിലവിലുള്ളത്. ഈ 120 ബ്രാഞ്ച് സമ്മേളനങ്ങൾ വളരെ വിജയകരമായി തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ തന്നെ പൂർത്തീകരിച്ച് 9 ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് ഇത് ഈ വരുന്ന നവംബർ മാസം 18, 19, 20 തീയതികളിലായി ഏരിയ സമ്മേളനത്തിലേക്ക് പോകുന്നത്. നിലവിൽ 120 ബ്രാഞ്ചുകളിലായി പുതുതായി 42 സഖാക്കളാണ് ബ്രാഞ്ച് സെക്രട്ടറിമാരായി പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽ 9 വനിതകൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ 120 ബ്രാഞ്ച് സെക്രട്ടറിമാരിൽ 36 പേർ 40 വയസ്സിൽ താഴെയുള്ള ആളുകളാണ് എന്നതും ഈ സമ്മേളനത്തെ വ്യത്യസ്തമാക്കുകയാണ്. ലോക്കൽ സമ്മേളനം പൂർത്തിയായപ്പോൾ 9 ലോക്കലുകളിൽ 2 ലോക്കലുകളിൽ പുതിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ വന്നു. 2 ലോക്കലുകളിൽ ഇടക്കാലത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ ഒഴിവാകുകയും അങ്ങനെ വന്ന 2 ലോക്കൽ സെക്രട്ടറിമാർ, മൊത്തം പുതുതായി സമ്മേളനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടത് 4 ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരെയാണ്. സമീപകാലത്ത് കാസർഗോഡ് ഏരിയയിൽ പാർട്ടിക്ക് വളരെയേറെ മുന്നേറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ 2020 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിനു മുമ്പ് 2015 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ 2015 കാസർഗോഡ് ഏരിയക്കകത്തെ ഈ 4 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി ആകെ LDF-ന് 5 അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ 5 അംഗങ്ങളും CPIM-ൻ്റേതായിരുന്നു. അത് 2020 CPIM-ൻ്റെ അംഗസംഖ്യ ആകെ 96-ൽ CPIM-ന് മാത്രമായി 13 അംഗങ്ങളെ ഈ 4 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുത്ത് അയക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഘടകകക്ഷികൾക്ക് 2 സീറ്റുകളും CPIM പിന്താങ്ങുന്ന 2 സ്വതന്ത്രർ ഉൾപ്പെടെ 17 അംഗങ്ങളെ ഈ ഏരിയക്കകത്ത് നിന്ന് തിരഞ്ഞെടുക്കാനായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും സമീപകാലത്ത്
ഈ പാർട്ടിക്കുണ്ടായ വളർച്ച തന്നെയാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായും ഈ 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടക്കുന്ന ഏരിയ സമ്മേളനം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം എന്നത് 2025 നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ്. തീർച്ചയായും അതിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെയേറെ മുന്നോട്ട് പോകാൻ ആവശ്യമായ ഇടപെടലുകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായി സൂചിപ്പിക്കാനുള്ളത്. സംഘടനാപരമായി സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഖാവ് ടി കെ രാജൻ സൂചിപ്പിക്കും. സമ്മേളനവുമായി ബന്ധപ്പെട്ട് ആമുഖമായി ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തെ സംബന്ധിച്ച് ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഹനീഫ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ സമ്മേളനം വിജയകരമായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്വാഗതസംഘം പ്രവർത്തനം കഴിഞ്ഞൊരു മാസക്കാലമായി നടന്നു വരികയാണ്. നിങ്ങൾക്ക് തന്ന കുറിപ്പിനകത്ത് സംഘടനയുടെ സമ്മേളനത്തിൻ്റെ പാർട്ടിയുടെ സമ്മേളനത്തിൻ്റെ വിശദമായ വിവരങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അണങ്കൂരിലാണ് ഞങ്ങളുടെ സമ്മേളനം. കാസർഗോഡ് മുനിസിപ്പാലിറ്റിക്കകത്തെ വിദ്യാനഗർ ലോക്കലിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. പാർട്ടി സംഘടനയാകെ ഈ സമ്മേളനം വിജയകരമായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ പരിപാടികൾ കഴിഞ്ഞൊരു മാസക്കാലമായി വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ചു വരികയാണ്. അനുബന്ധ പരിപാടികൾ മഹിളാ സമ്മേളനം, യുവജന സമ്മേളനം, അതുപോലെ തൊഴിലാളി സംഗമം, കർഷക തൊഴിലാളി സമ്മേളനങ്ങൾ, ഇതെല്ലാം ഓരോ ദിവസം തീരുമാനിച്ച ഓരോ ഏരിയയിൽ സംഘടിപ്പിച്ചു വരികയാണ്. ഇന്ന് യുവജന വിദ്യാർത്ഥി സംഗമം ഇന്ന് നടക്കുന്നതോടുകൂടി അനുബന്ധ പരിപാടി അവസാനിക്കും. തന്നെയുമല്ല കലാകായിക മത്സരങ്ങൾ CPM-ൻ്റെ സമ്മേളനം അക്ഷരാർത്ഥത്തിൽ ഈ ഏരിയക്കകത്തെ ബഹുജനങ്ങളുടെ സമ്മേളനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വിധ മേഖലകളിൽ നിന്നും ഈ സമ്മേളനത്തെ താല്പര്യങ്ങൾ നോക്കിക്കാണാനും വിവിധ പരിപാടിയിൽ പങ്കെടുക്കാനും ആളുകൾ വരുന്നത് തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് ആവേശം കൊള്ളിക്കുന്ന അനുഭവമാണ്. സമ്മേളനം CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം സർ EP ജയരാജനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി അംഗങ്ങളെല്ലാം ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിനനുബന്ധമായി സാംസ്കാരിക സമ്മേളനം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സാംസ്കാരിക നായകനായിട്ടുള്ള ദിനേഷ് കുമാർ പ്രഭാഷണം നടത്തുന്നുണ്ട്. കലാപരിപാടി അതിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ സമ്മേളനത്തിൻ്റെ വിളംബരം പ്രഖ്യാപിച്ചുകൊണ്ട് നാളെ 17-ാം തീയതി കാസർഗോഡ് ടൗണിനകത്ത് വിളംബര ജാഥ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സമ്മേളനത്തിൽ വരുത്താനുള്ള പതാക, അതുപോലെ തന്നെ കൊടിമരം, അതുമായി ബന്ധപ്പെട്ട പരിപാടി ഈ കുറിപ്പിൽ സൂചിപ്പിച്ചതുപോലെ വളരെ വിപുലമായ തോതിൽ ചുവപ്പ് വോളണ്ടിയർമാരും അതുപോലെ തന്നെ പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടി ബന്ധുക്കളെല്ലാം അണിനിരക്കുന്ന കൊടിമര ജാഥകൾ 18-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം കാസർഗോഡ് നടക്കും. അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ അവിടെ പതാക ഉയർത്തും. അതുകൂടി സമ്മേളനത്തിന് തുടക്കമാകും. 19-ാം തീയതി രാവിലെ പൊതുസമ്മേളനം ആരംഭിക്കും. ആ സമ്മേളനത്തിനകത്താണ് ഞങ്ങൾ സംഘടനാപരമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഈ ഏരിയക്കകത്തെ വിവിധ ലോക്കലിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 120-ഓളം വരുന്ന സഖാക്കൾ 2 ദിവസങ്ങളിലായി സമ്മേളനത്തിൽ പങ്കെടുക്കും. ഞങ്ങൾ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ സംഘടനയുടെ മുന്നേറ്റത്തെ സംബന്ധിച്ചെല്ലാം ചർച്ച നടത്തി കൂടുതൽ കരുത്തുറ്റ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ലോക്കൽ കമ്മിറ്റിയും അതുപോലെ ഏരിയ കമ്മിറ്റിയും അതുപോലെ തന്നെ സെക്രട്ടറിയൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കും. ജില്ലാ സമ്മേളനത്തിലുള്ള പ്രതിനിധികളെല്ലാം തിരഞ്ഞെടുക്കുന്നത് ഈ സമ്മേളനത്തിൽ വെച്ചാണ്. ഇത് പറയുമ്പോൾ തീർച്ചയായും ഞങ്ങൾ അഭിമാനപൂർവ്വം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ ഒരുപക്ഷെ ഇതുപോലെ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വേറെ ഇല്ല എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഞങ്ങൾക്കെതിരായി വർത്തമാനകാലത്ത് വലിയ പ്രചാരവേദിയാണ് നടക്കുന്നത്. ഈ പാർട്ടിക്കകത്ത് ഉപാധി ജനാധിപത്യമില്ല, ഏകാധിപത്യമാണെന്നെല്ലാം പറഞ്ഞ് നടത്തുന്നവർക്ക് ചുട്ട മറുപടിയാണ് കഴിഞ്ഞ 2 മാസക്കാലമായി കേരളത്തിലാകെ നടക്കുന്നത്. 30,644 വരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾ, 2244 ലോക്കൽ സമ്മേളനങ്ങൾ, 210 ഏരിയ സമ്മേളനങ്ങൾ, ഇതെല്ലാം സമയബന്ധിതമായി തീർക്കുകയാണ്. ഞാൻ നീട്ടുന്നില്ല. 20-ാം തീയതി വൈകുന്നേരം ചുവപ്പ് വോളണ്ടിയർമാരെ അണിനിരത്തിക്കൊണ്ട് ആയിരക്കണക്കിന് ബഹുജനങ്ങൾ പങ്കെടുക്കുന്ന ബഹുജന പ്രകടനം മുള്ളിപ്പാടിയിൽ നിന്ന് ആരംഭിക്കണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. സൗകര്യക്കുറവുണ്ട്, NH-ൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും വലിയ ഗതാഗത തടസ്സമില്ലാതെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാത്ത തരത്തിൽ ആ പ്രകടനം നന്നായി നടക്കും. അതിന് സമാധാനം കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനവും തുടർന്ന് ഗാനമേള സംഘടിപ്പിക്കുന്ന യുവജനങ്ങൾക്കാകെ ആകർഷകമായ പരിപാടി കൂടി ഞങ്ങൾ സംഘടിപ്പിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഈ സമ്മേളനത്തിൻ്റെ പ്രചരണം എന്ന് പറയുന്നത് സംഘടനാപരമായ പദ്ധതി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമ സുഹൃത്തുക്കൾ ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടന്നത്. ഇന്ന് മുതൽ നാളെ മുതൽ ഈ സമ്മേളനത്തിൻ്റെ പ്രചരണം ജനങ്ങൾ എത്തിക്കുന്നതിനാവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ഓരോരുത്തർ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. പുതിയ തലമുറ എന്ന ചെറുപ്പക്കാരാണോ അല്ല പുതുതായി? ഈ വർഷം 107 പേർക്കാണ് പുതുതായി മെമ്പർഷിപ്പ് കൊടുത്തിട്ടുള്ളത്.
ഒഴിവായ ആൾക്കാർ ഈ മരിച്ചു പോയതും അതല്ലാതെ ഒഴിവായ ആൾക്കാരുമായി അത് ഒരു 6% ആകെ മെമ്പർഷിപ്പിൻ്റെ പ്രാവശ്യമുണ്ട്. അത് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. എങ്ങനെ മെമ്പർഷിപ്പിൽ 18 വയസ്സ് മേലോട്ട് എത്രയാവും? 18 വയസ്സിൽ താഴെയുള്ള ആൾ മെമ്പർഷിപ്പിലേക്ക് കയറിയില്ല. 18 വയസ്സ് മുതൽ അങ്ങോട്ട് പ്രായപരിധിയുണ്ട്. പിന്നെ കമ്മിറ്റിയിലുള്ള പാർട്ടി കമ്മിറ്റിയിൽ അംഗമാണെങ്കിൽ 75 താഴെ 75 മീതെ ഉള്ള ആൾ കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാകും. ഇതിലാ സ്വകാര്യം പറഞ്ഞ ഒച്ചി പറ. ഗ്രൗണ്ടിലാണ് പ്രതിനിധി സമ്മേളനം, പുറമെ പൊതുസമ്മേളനം. പുതിയ റോഡിലൂടെ, ഹൈവേയിലും അല്ല, സർവീസ് റോഡിലൂടെ അല്ല, പുതിയ റോഡിലൂടെ. അപ്പോൾ ഒരു വിധത്തിലുള്ള ഗതാഗത കുരുക്കും ഇല്ലാത്ത രീതിയിൽ തന്നെ അവിടുന്ന് കട്ട് ചെയ്യുമ്പോൾ മാത്രം ചെറിയ പ്രശ്നം ഉണ്ടാവും. അതൊരു 2 മിനിറ്റ് വരെ നിർത്തിവെച്ച് വാഹനങ്ങൾ കടന്നു പോകാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാകും. അത് പറ്റുമെങ്കിൽ ചിലപ്പോൾ പിന്നെ മുകളിൽ കൂടെ വണ്ടി കടത്താൻ വേണ്ടി പറ്റുമോ എന്നത് അതിൻ്റെ അല്ലെങ്കിൽ സംസാരിച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ അങ്ങനെ കടത്തി വരും. പിന്നെ ഒരു നിർവാഹമില്ലെങ്കിൽ കുറച്ച് ചുരുക്കിയാൽ മതിയല്ലോ, നമുക്ക് വലിയ തടസ്സമില്ലാതെ വർക്കിംഗ് ഡേ ആണ് പരിപാടി. തീർച്ചയായും സമയബന്ധമായി തന്നെ പൂർത്തിയാവും. ഇങ്ങനെ ഷെഡ്യൂളുണ്ടല്ലോ, സമ്മേളനത്തിന് കൃത്യമായ ഷെഡ്യൂളുണ്ട്. ഉദ്ഘാടന പ്രസംഗത്തിന് സമയമുണ്ട്, റിപ്പോർട്ട് അവരുടെ സമയമുണ്ട്, ചർച്ചയ്ക്ക് സമയമുണ്ട്, മറുപടിക്ക് സമയമുണ്ട്. 20-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ചർച്ചകളും മറുപടിയും അതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ പൂർത്തിയാവും. പിന്നെ 12 മണിക്ക് ശേഷം ഉള്ളത് ഈ തെരഞ്ഞെടുപ്പ് മാത്രമാണ്. എങ്ങനെ തെരഞ്ഞെടുപ്പ് വന്നാലും ഒരു 3/4 മണിക്കൂറിൽ താഴെ ഒരു തെരഞ്ഞെടുപ്പിന് ആവശ്യമുള്ളൂ. ഈ ലോകസമ്മേളനം മറ്റു പല ഭാഗത്തുനിന്നും പലതരത്തിലുള്ള വാർത്തകൾ കാണുന്നുണ്ട്. നിവേശനത്തിലുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രശ്നമൊന്നുമില്ല, സിപിഎമ്മിനായിട്ടാണ് പ്രശ്നമില്ല. അങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ ലോകസമ്മേളനം പൂർത്തീകരിക്കുന്ന സമയത്ത്? പ്രതിസന്ധികളാവൊന്നും ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പുകൾ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകൾ 2-3 സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു ജനാധിപത്യ പാർട്ടിക്ക് പ്രവർത്തിക്കണമെങ്കിൽ 3 വർഷത്തിലൊരിക്കൽ അതിൻ്റെ സംഘടനാ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കണം. നിർഭാഗ്യവശാൽ അത് പൂർത്തീകരിക്കുന്ന പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമാണ്. ബാക്കിയൊക്കെ കെട്ടിയേൽപ്പിക്കുന്നതാണല്ലോ. അപ്പോൾ സ്വാഭാവികം 3 വർഷക്കാലത്തിനിടയിൽ നമ്മുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് ലോക്കൽ കമ്മിറ്റിക്കകത്താണെങ്കിൽ 11, 13, 15 ഒരു 400 അംഗങ്ങളിൽ നിന്ന് 15 പേരെ മാത്രം, ഇതിനേക്കാളും അർഹരായ ആളുകൾ അപ്പുറത്തുണ്ടാവാം. സ്വാഭാവികമായും തിരഞ്ഞെടുപ്പുകൾ സ്വാഭാവികമാണ്, അല്ലാതെ വേറെ രീതിയിലൊന്നുമല്ല. അത് പല മാനദണ്ഡങ്ങളുമുണ്ട്. ഒരു കമ്മിറ്റിയിലേക്ക് വരണമെങ്കിൽ എല്ലാ പ്രാതിനിധ്യവും ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് കമ്മിറ്റികൾ രൂപീകരിക്കപ്പെടുക. അപ്പോൾ സ്വാഭാവികമായും അർഹരായ ഒട്ടേറെ ആളുകൾ പുറത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. നമ്മളിതൊരു ജംബോ കമ്മിറ്റി അല്ലല്ലോ, മെമ്പർഷിപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കമ്മിറ്റിയാണ്. എല്ലാവിധ സഹായ സഹകരണങ്ങളും കൃത്യമായി പ്രതീക്ഷിക്കുകയാണ്. പിന്നെ എല്ലാവരും വരണം. ഉച്ചയ്ക്ക് 2 ദിവസം നിർബന്ധമായും എല്ലാ മാധ്യമ പ്രവർത്തകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഭക്ഷണം അവിടുന്ന് കഴിക്കാൻ പാകത്തിൽ.